നമസ്കാരം, സുരേഷേത്രമാണ്. അപ്പോൾ നമ്മുടെ ഗ്രീൻ ഡിവിഷൻ യാത്രകൾ വീണ്ടും ചാലിയക്കരയിലാണ്. ചാലിയക്കരയിൽ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ആനകൾ ഇങ്ങനെ എല്ലാ ദിവസവും പകലും രാത്രി ഇറങ്ങുകയാണ്. അപ്പോൾ മണിയമ്മയാണ്, മണി എന്നാണ് പേര്. ഞാൻ മണിയമ്മ എന്ന് പറഞ്ഞെങ്കിൽ അപ്പോൾ അമ്മച്ചി 10-40 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളാണ്. ചെറുകടവിലാണ് താമസിക്കുന്നത്. പക്ഷേ അവിടെ ആനശല്യം കാരണം അതിൻ്റെ അപ്പുറത്ത് ഇങ്ങോട്ട് മാറി ചെറുകടവിന്റെ ഭാഗമാണ് നിൽക്കുന്നത്. തെമ്മല പഞ്ചായത്തിലെ ആണ്, പുനലൂർ താലൂക്കിൽ വരുന്ന ഭാഗമാണ്. വീണ്ടും ആനകളുടെ വിളയാട്ടം ആരംഭിച്ചു. മഴക്കാലമായി, ചക്ക പിടിച്ചു തുടങ്ങി. അതെല്ലാം തിന്നാനായിട്ട് ആനകൾ വരുവാണ്. ആനകൾ ഇറങ്ങുന്ന ചാലിയക്കര ഗ്രാമം എന്നുള്ള വാർത്തകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യാത്രകൾ തുടങ്ങാം. പേര് മണി. ഞങ്ങൾ തെമ്മല പഞ്ചായത്ത്, അത് ചെറുകടവായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ എല്ലാവരും പോയി. ഞങ്ങൾക്ക് ഇപ്പൊ അവിടെ ജീവിക്കാൻ വയ്യാതെ ഒരു നിവൃത്തിയില്ലാത്ത രീതിയിൽ കൂടി ഇപ്പൊ ഞങ്ങൾ വന്ന് വാടകയ്ക്ക് കിടക്കുക. ഇറങ്ങുന്നത് കൊണ്ട് ആന ഇറങ്ങുന്നതല്ല, വീട് മൊത്തം ആന കൊണ്ടുപോയി. ഇനി ഇപ്പൊ 2 മുറി അതിന്റെ മേളിൽ അങ്ങാണ്ട് വെച്ചിട്ട് ഇരിപ്പുള്ളൂ. ബാക്കി മൊത്തം ആന കൊണ്ടുപോയി. ഇനിയിപ്പോ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് 2 പൊടി കുഞ്ഞുങ്ങളും മോനും മരുമോളും 2 കൊച്ചുങ്ങളുമായിട്ട് ഇപ്പൊ ഇവരെ വീട്ടിൽ വാടകയ്ക്ക് കിടക്കുക. ഒന്നും വയ്യ, അവിടെ പോയി താമസിക്കാനും ഒക്കത്തില്ല. എന്നാ ഈ പൈസ കിട്ടി നമുക്ക് എവിടെയെങ്കിലും ഇച്ചിരി വാങ്ങിക്കാന്ന് വെച്ചാൽ അതും ഇല്ല. ഒരു നിവൃത്തിയില്ലാത്ത രീതിയിൽ കൂടെ കിടക്കുക. സത്യം പറഞ്ഞോ, എന്തോ ചെയ്യണോ? സത്യം പറയാൻ ചത്താ കൊള്ളാന്നുള്ള ഗതിയാ. ഞങ്ങളിപ്പോ മോനും ഞാനും മരുമോളും 2 കൊച്ചുമക്കളും. 15 ലക്ഷം രൂപയാണോ? 5 ഉണ്ടായാലും 10 ഉണ്ടായാലും എത്ര ഉണ്ടായാലും നമുക്ക് ഒരാൾക്ക് 15 ലക്ഷമാണ് കിട്ടുന്നത്. മോക്കായിരുന്നെങ്കിൽ, എന്റെ മോക്ക് കിട്ടിയായിരുന്നെങ്കിൽ ഇപ്പൊ 45 ലക്ഷം രൂപ കിട്ടിയാലും അവക്ക് കൊടുത്തിരുന്നെങ്കിൽ. അവക്ക് അതും അങ്ങനെ എല്ലാം പറഞ്ഞ് എഴുതി കൊച്ചുങ്ങളുടെ അവരുടെ എല്ലാം ആധാറിന്റെ ഇതിന്റെ എല്ലാം എടുത്തോണ്ട് പോയതാ. ഇന്ന് വന്നപ്പോ അവർക്കില്ലെന്ന് പറഞ്ഞു. മൊത്തമായിട്ട് ഞങ്ങള് 10-20 വീട്ടുകാർക്ക് കൊടുത്തത്, മൊത്തം കൊടുത്തത്. പക്ഷെ അതില്ല. ഇനി ഇപ്പൊ ഞങ്ങള് 4 പേരും 5 പേരും കണ്ടേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം പോയി. 15 കിട്ടിയവരുണ്ട്, 45 കിട്ടിയവരുണ്ട്. അവരെല്ലാം പോയി. അവിടെ ഉള്ള മൊത്തം എണ്ണം പോയി. ഇനിയിപ്പോ ഉണ്ടെന്ന് പറയുന്നത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അവര് പറയുന്നുണ്ടെന്നോ പറയുന്ന. ഇപ്പൊ എന്തുവാന്നൊന്നും അറിയത്തില്ല. അതൊക്കെ ആന വന്നത്. അത് അവിടുത്തെ അപ്പുറത്ത് വലിയ ഓലപ്പാറ ഇങ്ങനെ വരും. ഓലപ്പാറ ഭാഗം അങ്ങ് അപ്പുറം കഴിയും. ഈ പാലത്തിനിപ്പുറം ഇങ്ങനെ അങ്ങോട്ട് വലിയ വന്നു. ഇവിടെ ഇങ്ങനെ ആ റോഡേ പോയി അങ്ങനെ അവിടെ എല്ലാം സന്ധ്യ കഴിഞ്ഞതിലേ വരാൻ പേടി. ഇതിലെ വരുമ്പോ ആന വന്നിട്ടുണ്ടെന്ന് പറയും. ആന ഇതിലെ കൂടെ ഒരു പ്രാവശ്യം ആണെങ്കിൽ ഇവര് വന്നു. ഇവിടെ ഇന്ന് ആന ക്രോസ് ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞ് എന്റെ കൊച്ചു കണ്ട് ഇവിടെ വന്നിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് അങ്ങോട്ട് ആന കൊണ്ടില്ല. അവരുടെ വീടിന്റെ അവിടെ നിന്ന് ആന ഓടിക്കുന്നില്ല. ഞാനിവിടെ 30 വർഷമാകുന്നു. എത്ര ഇവരെല്ലാം ജനിച്ചു വളർന്ന ഇവിടെ. ഇപ്പോഴായി ഈ കുഴപ്പങ്ങൾ മൊത്തം ഉണ്ടായത്. പക്ഷെ ഇപ്പൊ ഒരു 2-3 വർഷം കൊണ്ട് താഴോട്ട് ഇറങ്ങി തുടങ്ങി. ഒരു വിധത്തിൽ ഞങ്ങൾ രാത്രി ഇന്നലെ വന്ന വരവായിരിക്കും. ഓച്ചവർച്ചയിലാണ് നമുക്ക് പോത്തന്മാരെ കൂട്ടുന്നത്. ഞങ്ങളുടെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ മുറ്റത്ത് അവിടെ അയ്യത്ത് വന്ന് ഇറങ്ങിയപ്പോ ഞങ്ങൾ പോത്തിന്റെ കൂട്ട് നിന്ന് പോച്ചവർ ചെയ്യുന്നത്. ഇവിടുന്ന് കണ്ട കണ്ണാലിയെ കൊണ്ടുവന്ന് പശുക്കളെ കൊണ്ടുവന്നാണ്ട് ഈ കണ്ടത്തി കൊണ്ടുവിട്ടണൊക്കെ ആ കണ്ടത്തി കണ്ണാലിയുടെ കൂടെ നടന്ന് ഇതും തിന്നുക. എന്തോ ചെയ്യും. എന്റെ പേര് ടിബിൻ. ഇത് ചെറുകടവാണ്. ഇവിടെ ഇപ്പം നമുക്ക് ജീവിക്കാൻ വളരെ അധികം ബുദ്ധിമുട്ടാണ്. കാര്യം ആനയെ കൊണ്ട് ഇപ്പം വീടിന് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. പകലൊന്നില്ല രാത്രിയൊന്നുമില്ലാതെ ആനയുടെ വിളയാട്ടമാണ്. 1-2 ആനകളല്ല. നമ്മൾ ഇവിടുന്ന് ഓടിച്ച് അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ അവിടെ വേറെ ആനകൾ. അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടിലാണ്. ഫോറസ്റ്റുകാരെ വിളിക്കും, അവർ വരും. അവരും വന്ന് ഇങ്ങനെ നമ്മുടെ കൂട്ട് തന്നെ അതിനെ ഒന്ന് ഓടിക്കാനൊക്കെ നിൽക്കും. അതിനെ ഓടിച്ച് അങ്ങോട്ട് വിടും. അത് പിന്നെയും നമ്മൾ കയറി ഒന്ന് കിടന്ന് ഉറക്കം പിടിക്കുമ്പോഴത്തേന് പിന്നെയും വരും. വന്ന് വീടിന്റെ മുറ്റത്ത് വരെ വന്ന് നിൽക്കുന്നത്. നമ്മൾ ആരെങ്കിലും ഇപ്പൊ അക്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഇവിടെ ഒന്നും ഇതുവരെ അക്രമമായിട്ട് വന്നിട്ടില്ല. റോഡിലൊക്കെ നമ്മൾ വണ്ടിയും കൊണ്ട് ചെല്ലുമ്പോൾ റോഡിലൊക്കെ നിൽക്കും. നമ്മൾ ഈ വരുന്ന വഴിയിൽ ഇപ്പൊ ഈ സമയമൊക്കെ ഇറങ്ങുമല്ലേ? ഈ സമയത്തൊക്കെ ആനയുണ്ട്. കന്നാലികൾ നിന്ന് തിന്നുന്ന പോലെ തിന്നു. അതിന്റെ കൂടെ തന്നെ നിന്ന് തിന്നു. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. നമുക്ക് നടന്നൊക്കെ അങ്ങോട്ട് ജംഗ്ഷനോട്ട് പോകാനുള്ള വളരെ ബുദ്ധിമുട്ടാ. അതിൽ പോലും നമ്മുടെ അയ്യത്തൊക്കെ നിൽക്കുമ്പോ ഇങ്ങനെ നമ്മൾ പടക്കമൊക്കെ പൊട്ടിക്കുമ്പോ, എന്നാലും അത് പേടിയൊന്നും ഇല്ല. ഇപ്പം സ്ഥിരം ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ച് നമ്മള് കൂടെ കിടക്കുന്നതുകൊണ്ട് അതിനും പേടിയൊന്നും ഇല്ല. പരിസരത്തിരിക്കുന്ന ചക്കയും ചക്കയൊക്കെ തിന്ന്, ചക്കയും വാഴയും കൃഷി ഒന്നും ചെയ്യാൻ ഒക്കാത്ത അവസ്ഥയാണ്. ചക്കയുണ്ട്, അതുകൊണ്ടാണ്. ചക്കയുള്ളതുകൊണ്ടും കാര്യമൊന്നുമില്ല. വാഴ എന്ത് കൃഷി ഉണ്ടെങ്കിലും അതെല്ലാം നശിപ്പിക്കും. കൃഷി ചെയ്ത് പോലും ജീവിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. സോളാറുണ്ടായിരുന്നു, അതിപ്പം വർക്കൊന്നും അല്ല. ഇപ്പൊ മെയിൻ്റെനൻസ് ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ കിടപ്പുണ്ടോ? അതുകൊണ്ട് അതൊക്കെ ഉണ്ട്. അവിടെ ഉണ്ട് പോസ്റ്റൊക്കെ ഉണ്ട്. ആന ഇറങ്ങി വരുന്ന ഇതുവഴിയാ. ആന ഇറങ്ങി വരുന്ന ഇതില് അപ്പുറത്തൂടെ ഉണ്ട്. അപ്പുറത്തൂടെ എല്ലാം ഇറങ്ങി വരുന്നുണ്ടോ? നേരത്തെ ഉണ്ടായിരുന്ന സോളാറാണോ? നേരത്തെ ഉണ്ടായിരുന്നേ. ഇത് എങ്ങോട്ട് പോകും? വഴി പ്രത്യേകിച്ച് താമസക്കാർ വല്ലതും ഉണ്ടോ? ഇല്ല. ഇതിപ്പോ എത്ര വർഷത്തിന് മുമ്പ് ഇട്ട ഫെൻസിംഗാ? ഇത് കുറെ വർഷമായി.
ആ പിന്നെ കംപ്ലൈന്റ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇല്ല ഇടയ്ക്കൊക്കെ ആദ്യമൊക്കെ മെയിൻ്റെനൻസ് ഉണ്ടായിരുന്നു, ഇപ്പൊ മെയിൻ്റെനൻസ് ഒന്നും ചെയ്യുന്നൊന്നുമില്ല. മെയിൻ്റെനൻസിൽ ഇങ്ങനെ കിടക്കുക. ആളുകൾ ഇതുവഴി ഇറങ്ങി വരും. അതുകൊണ്ട് അവിടെ ആ വീടിന്റെ മുറ്റത്തൂടെ ആയിരുന്നു കഴിഞ്ഞ ദിവസം. വേരിയൊന്നുമില്ല വർക്കല്ലയോ ഇവിടെ ഒടിച്ചിട്ടേക്കുന്നുണ്ട് ഈ മരങ്ങൾ. അതെല്ലാം ആന ഒടിച്ചിട്ട്. ആ ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ എല്ലാം കയറുമല്ലയോ? അങ്ങോട്ടൊക്കെ ഈ റോഡ് വഴിയൊക്കെ വരും. കഴിഞ്ഞ ദിവസം അവിടെ വന്നു. ഇതിലേക്ക് നമുക്ക് ആ വഴി എവിടെ പോകും? ഇത് നമുക്ക് ഇതിലെ മൂലമണ്ണ് ഇറങ്ങാൻ പറ്റും. ഇപ്പൊ അല്ലെങ്കിൽ ആൾക്കാർ ഇതില് പോകുന്ന കുഴപ്പമില്ല. അതിന്റെ അപ്പുറത്തുനിന്ന് ചെറുകിട പാലത്തിന് മുകളിൽ കൂടെ ഇങ്ങോട്ട് കിടക്കുന്ന ചപ്പാത്തിന് കിടക്കുന്ന വഴി ആരും വരത്തില്ല ഇപ്പൊ അല്ലേ? ആന മൊത്തം സ്റ്റേ ചെയ്യുന്നത്. കോട്ടപ്പാറ ഇവിടെ നിന്ന് ആരും ഇപ്പൊ യാത്രയില്ല. അവിടെ ഈ തൊഴിലുറപ്പുകാര് ഇതിനു മുമ്പ് ചെല്ലുമ്പോഴൊക്കെ ആന അവിടെ ഉണ്ട്. അതുകൊണ്ട് ആ വഴി ആൾക്കാർ വരുന്നില്ല. ഡേഞ്ചർ സ്പോട്ടാ അവിടെ ആണ്. കോട്ടപ്പാറയുടെ അവിടെയാണ് സ്റ്റേ. അവിടെ എല്ലാം ഭയങ്കര ശല്യം. അതുകൊണ്ട് ഇപ്പൊ അതുവഴി ആരും പോക്കും. ഇതിലെ വീടുള്ളതാ. അവിടെ ഒരു വീടുണ്ട്. അവിടെ ഒരു വീടുണ്ട്. അവിടെ ഒരു അമ്മ മാത്രം താമസിക്കുന്നത്. ഇതും പോയ വഴിക്ക് വലിച്ചു വലിച്ചേട്ടെ. ആ വീട്ടിലേക്കുള്ള കേബിൾ എങ്ങനെ വന്നത്? ലൈൻ കമ്പിയൊക്കെ അവിടെ ഒരു ടവർ ഉണ്ട്. ടവറിന്റെ അങ്ങോട്ടുള്ള ലൈനാണ്. ഇന്നലെ വന്നപ്പോ വലിച്ചു വലിച്ചാണോ? ഇന്നലെ വന്നപ്പോ. ചവിട്ടിയിട്ടേക്കുന്നല്ലേ? ഇത് പോകുന്ന വഴിക്ക് വലിച്ചിട്ടങ്ങ് പോവില്ലയോ? അതെ. ഇതൊക്കെ തള്ളിയിട്ടിട്ട് ഇതിനിടയ്ക്കൂടെ പോകുന്നു. ചെറുകടവ് നിവാസികൾ നിരവധി പേര് ഇങ്ങനെ പരാതികൾ പറയുകയാണ്. പരാതിയല്ല, വനവാസികളാണ്. ഇപ്പൊ വനത്തിന്റെ സമീപത്ത് കിടക്കുന്ന വനവാസികളായിരിക്കുമല്ലോ. ചെറുകടവ് സ്ഥലവാസികളായ ടിബിനും വിനോദ് എന്നോടൊപ്പം ഉണ്ട്. അവരും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ വനസംരക്ഷണ സമിതിയൊക്കെ ഉണ്ട്. ചെറുകടവ് വനസംരക്ഷണ സമിതി പെടുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ അവരും ഒരുപാട് പരാതികളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇനിയും പുതിയ മന്ത്രി, വനം വകുപ്പ് മന്ത്രിയാണ് ഇതിനെ തീരുമാനം എടുക്കേണ്ടത്. ഇവിടെയൊക്കെ സന്ദർശിച്ച് ചെറുകടവും ചാലിയക്കരയും ഒക്കെ പ്രധാനപ്പെട്ട കൊല്ലം ജില്ലയുടെ വനമേഖലയാണ്. മനോഹരമായ സ്ഥലമാണ് ആളുകൾ കാണാൻ വരുന്നത്. പക്ഷേ അവിടെ പതിയിരിക്കുന്ന അപകടം കൂടി തിരിച്ചറിയണം. അപ്പോൾ ഇവർക്ക് അത്യാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതും ആവശ്യമാണ്. എന്റെ പേര് നളിനി. ഞാൻ ചെറുകടവിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ ഇവിടെ 10-35 വർഷം കൊണ്ട് താമസിക്കുക. ഇപ്പോഴാണ് ഇത്രയും ശല്യം വന്നിട്ടുള്ളത്. ഞങ്ങളുടെ കിണറാണെങ്കിൽ വെള്ളം കൂടി മുട്ടിച്ചിട്ടേക്കും. അതിന്റെ തൂണെല്ലാം ഇടിച്ചിട്ട് ആന വന്നിടിച്ചിട്ടോ? ആന വന്നിടിച്ചിട്ട് അത് ഒരാഴ്ചയായി. ആന ഇതിലേക്ക് ഇറങ്ങി വരും. അത് ഇതിലേ ഇറങ്ങി വരും. ഇതിലേ വരും. ദാണ്ട ചവിട്ടി പൊട്ടിച്ചിരിക്കുന്നതാ. പൊട്ടിച്ച ഇതിലേക്ക് ആനയുടെ കാൽപ്പാടുണ്ടല്ലേ? കാൽപ്പാടാ ഇത്. ഇത് എത്ര മണിക്കായത്? രാത്രിയിലാണോ വരുന്നത്? ഇതിപ്പോ ഇവിടെ വന്നത് വെളുപ്പിനെയല്ലേ? എന്നിട്ട് ഞങ്ങൾ അറിഞ്ഞില്ല. പുറത്തൂടെ പോയി ആ ഷെഡ് കുത്തിയിടിച്ചു. ആന പോകും ഇതിലേക്കൂടെ പോയി. ഇങ്ങനെ പാടുള്ള സ്ഥലം ഉണ്ടോ ആനക്ക്? ഇതിലേക്ക് ഇടുക്കി കൂടെ? ഇടുക്കി കൂടെ പോയി. ദാണ്ട പാടെല്ലാം കിടക്കുന്നുണ്ടല്ലേ? ഇവിടെ ഇതിലേക്കൂടെ പോയതല്ലേ? ഇങ്ങനെ അങ്ങ് പോയി. ജനലൊക്കെ അടച്ചിട്ടിരുന്ന രാത്രി? ജനലെല്ലാം അടച്ചേക്കുമായിരുന്നു. ഈ ഭാഗത്തൂടാന കയറൂ? അതങ്ങനെ വന്ന് ഇറങ്ങും. അല്ലെങ്കിൽ വയലും കണ്ടത്തിൽ കൂടെ ഇങ്ങ് കയറും. ശരി. എന്നിട്ട് പാലത്തിന്റെ കടവിന്റെ അവിടെ ചെല്ലല്ലേ? എന്നിട്ട് ഇവിടെ എല്ലാം നശിപ്പിച്ചു. കണ്ടോ ആനപ്പിണ്ടം വരെ കിടക്കുന്നുണ്ടില്ലേ? ഇവിടെ വന്ന് നിന്ന് പോന്നല്ലേ? ഇവിടെ ഇരുന്ന ചാക്കുകെട്ടും എല്ലാം മരിച്ചങ്ങ് ദൂരെ എറിഞ്ഞിട്ട് എന്നില്ല ഷീറ്റ് അറിയുന്നില്ല. ചെന്നില്ല. പുളി അങ്ങ് തള്ളിയിട്ട് അതും കഴിഞ്ഞ അങ്ങ് അതിലേ കൂടെ പോയത്. ഇനി താഴെ വീടൊന്നുമില്ലല്ലേ? താഴെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ കണ്ട മിഷൻ വരെ പിന്നെ എടുത്ത് കളഞ്ഞു. അപ്പുറത്ത് പുളി എന്ന് മറിച്ചിട്ടേ അത് വന്ന ഇത് കഴിഞ്ഞ ആഴ്ച വന്നപ്പം തള്ളിയതായി ഷെഡും ഈ മരവും. ഇതിനപ്പുറത്തൊരു ഷെഡുണ്ട്. സീറ്റടിപ്പരയുണ്ട്. അതും തകർത്ത്. പിന്നെ കിണർ. ഇത് പിണർമുടി തിന്നത്തില്ലല്ലോ ഇത് തിന്നത്തൊന്നുമില്ല. ഇത് തള്ളിയിട്ടങ്ങ് പോലെ മനുഷ്യനെ എങ്ങനെയാലും ഒക്കെ ദ്രോഹിക്കുക. അപ്പുറത്ത് സീറ്റടിപ്പരയുണ്ട്. അത് തകർത്ത് കളഞ്ഞല്ലയോ? ഇത് നമ്മൾ ഉപയോഗിച്ചോണ്ടിരുന്ന പൈപ്പെല്ലാം എല്ലാം തല്ലി പൊട്ടിച്ചു. മൊത്തം തല്ലി തകർത്ത്. കഴിഞ്ഞ ആഴ്ച വന്നപ്പോ ഒറ്റ ആനയാണോ വരുന്നത്? ഇത് ഇപ്പൊ വന്നത് ഒരെണ്ണമായിരുന്നു. പിന്നെ ഒരെണ്ണവും രണ്ടെണ്ണം ഒന്നും അല്ല. ഇങ്ങനെ 3-4 എണ്ണം ഉണ്ട്. ഒരു 2-3 കൂട്ടമായിട്ട് ഇവിടെ വന്നിന്ന് മേയും. ഷീറ്റടി പോരാ മൊത്തം അടിച്ച് പൊളിച്ചെടി നശിപ്പിച്ച്. പിന്നെ കിണറിന്റെ തൂണ് തള്ളിക്കളഞ്ഞു. ഇപ്പൊ നിരന്തരമായിട്ട് വരുന്നുണ്ട് ആനയില്? വരുന്നുണ്ട്. പോയ വഴിക്കെല്ലാം തള്ളിയിട്ടുണ്ട്. ഇവിടെ കൃഷിയൊന്നുമില്ല, കാട് പിടിച്ച് കിടക്കുന്നില്ല. ആൾക്കാർ കൃഷി ചെയ്യുന്നില്ല. ഒന്നും കൃഷി ചെയ്യാൻ കയ്യിലെ കാശ് കളയാനേ ഉള്ളൂ. നമ്മള് കൃഷി ചെയ്ത് കഴിയുമ്പോഴത്തേന് വിളവെടുക്കാൻ സമയമാകുമ്പോഴത്തേന് ആനയും അത് അതിന്റെ മണ്ടയൊക്കെ തിന്നിട്ടാ പോയത്. പുതിയ തള്ളിയിട്ടുണ്ട്. രാത്രി ആകുമ്പോൾ മഴയൊക്കെ ആകുമ്പോൾ ആരും അറിയത്തില്ല. ഇവിടെ എന്നാലും അറിയത്തില്ല. ആരും ഇങ്ങോട്ട് ഇറങ്ങി വരുന്നില്ലല്ലേ? അവിടെ ഒരു വീട്ടുണ്ട്. ഇപ്പൊ ആനയൊക്കെ അവര് വീട് ഒഴിഞ്ഞു പോയാ? അവിടെ താമസമില്ല. വീട്ടിൽ ഇപ്പൊ താമസിക്കുന്നില്ല. ഇങ്ങനെ ആന സ്ഥിരം അവിടെ നിന്ന് ഇറങ്ങുവാണെങ്കിൽ പിന്നെ അവിടെ താമസിക്കാൻ പറ്റത്തില്ല. അവര് വീട് ഒഴിഞ്ഞിട്ട് അവിടെ പോയി മക്കളുടെ കൂടെ പോയേക്കുവാ. ഇവിടെ താമസിക്കാൻ ഒക്കത്തില്ലല്ലോ.
രാത്രി മുറ്റത്തൂടെ ഇറങ്ങാൻ ആ, പറ്റില്ല. ഇറങ്ങാൻ ഒക്കത്തില്ല. വീടൊക്കെ വന്ന് തട്ടിക്കഴിഞ്ഞാൽ ഇതാണെങ്കിൽ ഷെഡൊക്കെ തള്ളുന്നതാ. ഇപ്പോൾ നമ്മള് നമ്മുടെ ചാലിയക്കരയിൽ വീണ്ടും ഈ ആനകൾ താണ്ഡവമാടി തുടങ്ങി. ഇപ്പോൾ ചെറുകടവിൽ നിന്നുള്ള കാഴ്ചകളാണ്. ഇതുപോലെ ചെറുകടവ് മാത്രമല്ല, തൊട്ടടുത്തുള്ള എല്ലാ പ്രദേശത്തും ഇങ്ങനെ ആനകൾ നിരന്തരമായി ഇറങ്ങി തുടങ്ങി. ഇത് കൂട്ടം ആനകളാണ്, ഒറ്റ ആനയൊന്നുമല്ല ഇപ്പം വരുന്നത്. ആനകൾ കൂട്ടമായി ആനകൾ പെരുകിപ്പോയി. അപ്പോൾ ഒരു സംവിധാനമില്ല. ഇവർ വിളിക്കും ഫോറസ്റ്റുകാർ വരും, വന്ന് പടക്കമൊക്കെ പിടിച്ചിട്ട് പോകും. അത്രേ ഉള്ളൂ. വീണ്ടും ആന തിരിച്ചു വരും. അതൊന്നും ചെയ്യാൻ പറ്റില്ല, നോക്കി നിൽക്കാനേ പറ്റും. ഇപ്പോൾ കൃഷിയൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ് നമ്മൾ കാണുന്നത്. വലിയ കൃഷി ഉണ്ടായിരുന്ന സ്ഥലമാണല്ലേ? കൃഷി ശരിക്കും കൃഷി ഉണ്ടായിരുന്ന സ്ഥലമാണ്. തെങ്ങും കവുങ്ങും ഒക്കെ നിൽക്കുന്ന കാണാം. പക്ഷെ ഇപ്പം പകുതി പോലുമില്ല. ഇവിടെ ആനയെ കൊണ്ടുള്ള നാശനഷ്ടങ്ങളാണ്. മനുഷ്യർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ തന്നെ ഇനിയും വരാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതൽ എടുക്കണമെന്നാണ് പറയുന്നത്. നല്ല മഴയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണത്തില്ല. നമ്മള് ശ്രദ്ധിക്കത്തില്ല. അവിടുത്തെ കിണറിന്റെ തൂണ് ഇത് ഒറ്റയ്ക്കുള്ള ആനയായിരുന്നു? ഇത് ഒറ്റയായിരുന്നു. ആണല്ലേ? അതൊരു മോഴയാ. മോട്ടറൊക്കെ തകർത്തോ? മോട്ടർ പൈപ്പൊക്കെ പൊട്ടിയായിരുന്നു. മോട്ടർ അകത്ത് ഇട്ടേക്കോ അല്ലേ? അകത്തിട്ടേക്കോ. അതേ പൊട്ടി നമ്മൾ പറഞ്ഞില്ല. മോട്ടർ ഇട്ട് കഴിഞ്ഞു വെള്ളം കയറാതെ വന്നപ്പോഴാണ് നോക്കിയത്. ഓ അപ്പൊ രാത്രിയാണ് ശബ്ദം കേട്ട് കാണത്തില്ല. ശബ്ദം കേട്ടില്ല. ഈ മഴ കറണ്ടുള്ള സാധനത്തിൽ അധികം തൊടാറില്ല അല്ലേ? തൊടത്തില്ല. തൂണ മൊത്തം തകർത്ത്. തൂണ് മൊത്തം തകർത്ത്. അപ്പുറത്തെ വീട്ടിൽ ഇതുപോലെ അക്രമമൊക്കെ ഉണ്ടോ? അവിടെ ഇപ്പൊ താമസമില്ല. ഇല്ല, അവരും പോയാ? അവരും ഇപ്പം ടൗണിലോട്ട് താമസം മാറി. ആനശല്യം കാരണം അല്ലേ? എല്ലാം ശല്യമാ ഇതുകൊണ്ട്. മിക്കവാറും വീടുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുമല്ലേ? ഒഴിഞ്ഞടക്കുക. ഇതിലേക്കൂടെ ആ വഴി ആന ഇറങ്ങി വരും. ഇതാണ് നമ്മുടെ ആനയുടെ ഇറങ്ങി താഴോട്ട് പോകുന്ന വഴി, വനത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. നീ ഇപ്പൊ ഇതിലേക്കൂടെ കൊച്ചുങ്ങളൊക്കെ പോകുന്നല്ലേ? പകലങ്ങ് ഇറങ്ങി റോഡിൽ നിൽക്കുക. നടന്നൊന്നും പോകാൻ പറ്റത്തില്ല. നടന്നു പോകുക കൊച്ചുങ്ങളെ. അതിനേക്കാൾ ഇനി എന്തുവാ? എല്ലാവർക്കും ഇല്ലല്ലോ. എല്ലാവർക്കും ഒന്നുമില്ല. മഹാദേവർമണിയിലെ സ്കൂളിലേക്ക് നടന്നു പോകുന്ന പിള്ളേരുണ്ട്. നടന്നു പോകുന്ന പിള്ളേരുണ്ട്. അവരെ കൊണ്ടാക്കുമായിരിക്കും വീട്ടുകാര്. പിന്നെ അല്ലെ അവരെ ഒറ്റയ്ക്ക് വിടാൻ പറ്റുക. പിന്നെ അംഗൻവാടി പോകുന്ന പിള്ളേരുണ്ട്, കൊച്ചു പിള്ളേര്. അവരും അതുപോലെ വൈകിട്ടും കാലത്തും കൊണ്ടുപോകുമല്ലേ. പേടിയാ, അവർക്കും പേടിയാ. നിരന്തരമായ പ്രശ്നങ്ങളാ. പണ്ട് നമ്മള് ജോലിനേരം ഇവിടെ ജീവിച്ചപ്പോ പണ്ട് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇപ്പഴാ ഇങ്ങനെ ആയത്. അന്നൊക്കെ ഒരു ആനയെ കാണാൻ ഒരു അഞ്ചടിയിലൊക്കെ പോണം. ഇതേക്കടെ കാട്ടിക്കട നമ്മൾ നടന്നു വന്നാലും പ്രശ്നമൊന്നുമില്ല. ഒന്നുമില്ലായിരുന്നു. ഇപ്പൊ നടന്നു വരത്തില്ലാരും. വന്നാ വല്ലതൊക്കെ കിട്ടും. ചാലിയക്കര നിവാസികളുടെ വർത്തമാനങ്ങൾ കേട്ടല്ലോ. വനവാസികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, ഒരുപാട് ദുരിത കാഴ്ചകൾ വർഷങ്ങളായിട്ട് നമ്മൾ ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ വഴി നൽകുന്നുണ്ട്. ഇനിയെങ്കിലും പുതിയ ഭരണകൂടം, പുതിയ വനംവകുപ്പ് മന്ത്രി ഇതിനൊക്കെ നടപടി എടുക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. എടുക്കേണ്ടത് ആവശ്യമാണ്. കാരണം സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളാണ്. അവർക്ക് ജീവിക്കണം. അവരുടെ ജീവിതമാണല്ലോ അവർക്ക് വലുത്. ചാലിയക്കര ആനകൾ ഇറങ്ങുന്ന ഗ്രാമം, അതുപോലെ ആളുകൾ ഉറക്കമില്ലാത്ത ഗ്രാമം എന്നൊക്കെ നമുക്ക് പറയാം. ഇനിയും ഇതുപോലെ അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും എത്താം. ഗ്രീൻ മീഡിയ വിഷൻ യാത്രകൾ അവസാനിക്കുന്നില്ല. യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാവരും ചാനൽ ഫോളോ ചെയ്ത് പിന്നാലെ വന്നോളി.